ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ഭയങ്കര ചിരിയുമായിട്ട് ബ്രൈറ്റുള്ള ചിരിയായിട്ട്. ഇതെൻ്റെ ഒരു നായികയാവാൻ സാധ്യതയുള്ള പെൺകുട്ടിയാണെന്ന് വെറുതെ പറഞ്ഞു പോവുകയും ഈ കിരീട ഉണ്ണി എന്ന് പറഞ്ഞ ഭയങ്കര സിനിമയായിട്ട് പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും പുള്ളി ബുക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. കട്ട് എന്ന് പറഞ്ഞ ഇവളൊറ്റ കരച്ചിലാണ്. അതുപോലെ മനോജ് ഇങ്ങനെ മുട്ടോടി മനോജ് മുട്ടക്കടന്ന് ഇങ്ങനെ പറക്കുകയാണ്. എന്ത് പറ്റുമോ ഇവളെ പിടിച്ചിട്ട് കിട്ടണ്ടേ? അഭിനയിക്കുന്നതിന് അപ്പുറമുള്ള ഒരു സാധനമാണ്. ശരിക്കും കഥാപാത്രമായി മാറി. അപ്പോഴും പറഞ്ഞു മുന്നേറ്റത്ത് സക്സസ് ആവുകയാണെങ്കിൽ മലയാളത്തിലെ ലോഹ്യ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിട്ട് മാറും. ഇപ്പൊ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യറിനെ കൊണ്ട് ആദ്യത്തെ സിനിമ ഡബ് ചെയ്യിക്കാതിരുന്നത്? അതുപോലെ എടുത്തു പറയേണ്ട ഒരു അഭിനയമാണ് മനോജ് കെ ജയന്റെ അമ്മയായിട്ട് അഭിനയിച്ച കോഴിക്കോട് ശാരദ അല്ലേ? എന്റെ ദൈവമേ, ആ നാട്ടിൻ പുറത്ത് ആ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് നടക്കുന്ന അമ്മമാരെ പോലെ തന്നെ. നമ്മൾ ആദ്യം ആലോചിച്ചത് നമ്മളെ ഫിലോമിന ചേച്ചിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഫിലോമിന ചേച്ചി തന്നെയാണ് അതിൽ 12 ടേക്കായി. കാണാമെന്ന ആൾക്കാർ ഈ തള്ളക്ക് ഡയലോഗ് ഓർമ്മയില്ല. അവരൊക്കെ ഡയലോഗ് പറഞ്ഞു തുടങ്ങി. ഡയലോഗ് പറഞ്ഞു ഈ ഡയലോഗ് പറയാൻ കുഴപ്പമൊന്നുണ്ട്. അവിടെ ആ മനോജ് കെ ജയന്റെ വീടായിട്ട് ചിത്രീകരിച്ച സെറ്റാണോ സാർ? മഞ്ജു വാര്യർ അരക്കുന്ന സീനുണ്ട്, അതിൽ ബാക്കി കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നമ്മൾ ട്രെയിൻ പാസ് ചെയ്യുന്നത്. കാരണം അമ്മ ട്രെയിനിൽ അപകടപ്പെട്ട് പീസായി പോയി മരിച്ചു എന്ന് പറയുന്ന സാധനം ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് സങ്കടപ്പെടുന്നതാണ്. അതെ, അപ്പോൾ അത് തീർച്ചയായിട്ടും ട്രെയിൻ പ്രസൻസ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റും റൈറ്റിൽ നിന്ന് ലെഫ്റ്റും പോകുന്ന ട്രെയിനിന്റെ ടൈമിങ്ങും ഒക്കെ. ശശികുമാറായിട്ട് വിനീത് കുമാറിനെ പരിഗണിച്ചിരുന്നോ? മനോജയുടെ കഥാപാത്രത്തിന് ആദ്യം ബിജു മേനോനാണോ ആണോ നോക്കിയിരുന്നത്? അപ്പൊ എന്താ പിന്നെ നമുക്ക് 3 ഓപ്ഷൻ ആണ്. ഒന്ന് ബിജു മേനോൻ, ഒന്ന് മനോജ് കെ ജയൻ, ഒന്ന് ഷമി തിലകൻ.